നമുക്ക് പുട്ടാണ് ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കറിയാണ്. ചെറുപയറും പൂളിയും. നമ്മളെ ശ്രീനേറിൻ്റെ പിടിയിലെ കറി. ശ്രീനേറിൻ്റെ പിടിയിലെ കറി നല്ല മഞ്ഞ കളറുണ്ടാവും. ഇത്തിരി കൂടി വെള്ളം പോലെ ആയിരിക്കും. നമുക്ക് കഴിച്ചാലോ? ഒരു കഷ്ണം കറി. ഓക്കെ. നമുക്ക് വയ്യാത്തനെ കൊണ്ട് ഞാൻ പോയിട്ടാലേ അവള് പോവും. അപ്പോൾ നമ്മൾ പുട്ടും ചെറുപയർ കറിയും കഴിക്കാണ്. ചെറുപയറും പൂളി എന്നെക്കൊണ്ട് രാവിലെ തന്നെ ഇഷ്ടത്തോടെ കഴിക്കണത്. ഉപ്പ് കുറവാ കറിയിൽ. അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞ് വർക്കിന് പോവാന്നോട്ട് കേട്ടോ. 8 ദിവസത്തെ ലീവല്ലേ അപ്പൊ? 8 ദിവസം റെസ്റ്റ് വേണം. പൊടി പറ്റൂല. ഹലോ, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മൾ ചായ കുടിക്കുമ്പോൾ അപ്പം നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ലിപ്സ്റ്റിക് ഇട്ടില്ല. പുറത്തേക്കൊന്നും പോകുമ്പോൾ അങ്ങനെ ഇടാറില്ല. പിന്നെ എന്താ പറയുക, വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ഒന്ന് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നതാണ്. പിന്നെ ടാറ്റാ ബൈ ബൈ. അമ്മേൻ്റെ അടുത്ത് പോകാട്ടോ. എൻ്റെ അമ്മക്കുട്ടിക്ക് ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, എന്നാലും അന്ന് പിന്നെ അമ്മനെ കാണണമെന്ന് ഇങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് പോവാട്ടാ. അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പം പിന്നെയൊന്നുമില്ല കേട്ടോ. ടാറ്റാ. നമ്മളെ ഡെക്സ ബേബിയൊക്കെ തല്ലും പിരി ഉണ്ടാക്കും. നമ്മൾ ബാഗൊക്കെ തൂക്കി ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഞാൻ തരണ്ട് കേട്ടോ. 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. പിന്നെ നമ്മളെ കഥ ചെയ്തിട്ട് ഒരു 3 ദിവസം പോലെയായി. നമ്മൾ എന്തായാലും ഇന്നോ നാളെ കഥയിലേക്ക് പോകണം. ആ കഥ മുഴുമിക്കണം. അപ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും ഇനി അത് മുഴുമിക്കാൻ. അപ്പോൾ വേഗം അങ്ങോട്ട് പറഞ്ഞു തീർത്താൽ പെട്ടെന്ന് മുഴുമിക്കുക അല്ലേ. ഇതിങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇടുന്നതിനെ കൊണ്ടാണ് ഇത് അങ്ങനെ നീണ്ട് വലിഞ്ഞു പോണത്. പിന്നെ കഥ കേൾക്കുന്നവരോടാണ് കേട്ടോ. കഥ കേൾക്കാത്തവരോട് ഒന്നുമില്ല. അപ്പം ടാറ്റാ. അമ്മേനെ പോയിട്ട് അവിടുന്ന് കാണാട്ടോ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കണം. അതിനെ കൊണ്ട് സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. വേണ്ട, എൻ്റെ അമ്മക്കുട്ടി ഇതാ കിടക്കണം കേട്ടോ. സുന്ദരി കുട്ടിയായിട്ട്. ഹായ്. ഇന്ന് ഹായ് ഒന്നും പറയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഏച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ടാ. അയ്മക്കുട്ടി ഇതോളം പ്രസാദം എനിക്ക് വെച്ചതാണ്. മറന്നു ഒന്നാ തരാം അല്ല. അന്ന് വന്നപ്പോ ഈ കൊണ്ടയില്ല. ഗോയിനാറിൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്. നമ്മളെ പ്രായത്തിലൊക്കെ സ്കൂൾ പോണ കാലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നാട്ടുകാരിയല്ലേ? മാത്തോട്ട ഗോയിനാറിൻ്റെ അമ്പലം. ഇവിടെ വരെ തറവാടാണ് കേട്ടോ. പണ്ടത്തെ
പണക്കാർ. ഈ വീടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ.